ബംഗളൂരുവിലെ ആഡംബരത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായിരുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഒരു വെടിയച്ചയിൽ അവസാനിക്കുമ്പോൾ അത് വെറുമൊരു ആത്മഹത്യയായി മാത്രം കാണാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പൊതുസമൂഹത്തിനോ സാധിക്കുന്നില്ല. ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെയും കർണാടകത്തിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പകരം വെക്കാനില്ലാത്ത പേരായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പും അതിൻ്റെ അമരക്കാരൻ CJ റോയിയും. എന്നാൽ വിജയത്തിൻ്റെ ആ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഉള്ളിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു അദ്ദേഹം എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിസിനസ്സിലെ പ്രതിസന്ധികളെക്കാൾ ഉപരിയായി തന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ചവരുടെ ഭയവും സമ്മർദ്ദവുമാണ് റോയിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന നിഗമനം കേരളത്തിലെയും കർണാടകയിലെയും ബിസിനസ് രാഷ്ട്രീയ വൃത്തങ്ങളെ ഒരുപോലെ പിടിച്ചുലയ്ക്കുന്നു. ഒരു സാധാരണ വ്യവസായി മാത്രമായിരുന്നില്ല, വിപണിയുടെ നാടിമിടിപ്പ് തിരിച്ചറിഞ്ഞ ഒരു തന്ത്രജ്ഞനായിരുന്നു CJ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വലിയ പങ്കുവഹിച്ചു. നൂറുകണക്കിന് ഫ്ളാറ്റുകളും വില്ലകളും വാണിജ്യ സമുച്ചയങ്ങളും അദ്ദേഹത്തിന്റെ കീഴിൽ ഉയർന്നു വന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് എന്നത് വെറുമൊരു നിർമ്മാണ മേഖലയല്ല, മറിച്ച് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഒരു ചതുരംഗ കളമാണ്. അവിടെ നിയമവിധേയമായ പണത്തോടൊപ്പം തന്നെ സ്രോതസ് വെളിപ്പെടുത്താനാകാത്ത കള്ളപ്പണവും ഒഴുകാറുണ്ട് എന്നത് ഈ രംഗത്തെ പരസ്യമായ രഹസ്യമാണ്. റോയിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും തങ്ങളുടെ നിക്ഷേപങ്ങൾക്കായി ഏറ്റവും സുരക്ഷിതമായ താവളമായി കണ്ടത് കോൺഫിഡന്റ് ഗ്രൂപ്പിനെയായിരുന്നു. ഈ വലിയ ബന്ധങ്ങളാണ് ഒടുവിൽ അദ്ദേഹത്തിന് വിനയായി മാറിയത്. CJ റോയിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് പണം ഒഴുക്കിയവരിൽ ഭൂരിഭാഗവും കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മലയാളം കന്നഡ സിനിമാ മേഖലയിലെ മുൻനിര താരങ്ങളുമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം നിക്ഷേപിക്കുന്നത് താരതമ്യേന സുരക്ഷിതമാണെന്നതും വലിയ ലാഭം നൽകുമെന്നുമുള്ള വിശ്വാസമാണ് ഇവരെ റോയിലേക്ക് അടുപ്പിച്ചത്. എന്നാൽ സമീപകാലത്ത് കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകളിൽ പിടിമുറുക്കിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. തങ്ങളുടെ പണത്തിന്റെ സ്രോതസ് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വെളിപ്പെടും എന്ന ഭയം ഈ ഉന്നത നിക്ഷേപകരെ പിടികൂടി. ഇതോടെ റോയിയെ കുരുക്കി തങ്ങൾ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചതായാണ് വിവരം. കഴിഞ്ഞ 6 മാസമായി റോയ് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. കടബാധ്യതകളെക്കാൾ ഉപരിയായി നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ തളർത്തിയത്. തങ്ങൾ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ ഉടൻ തിരികെ നൽകണമെന്ന ആവശ്യവുമായി പ്രമുഖർ റോയിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെ ഗ്രൂപ്പ് ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തുന്നത്. ജനുവരി 30 നടന്ന ഈ പരിശോധനയിൽ പല സുപ്രധാന രേഖകളും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് നിക്ഷേപകരുടെ പട്ടികയും അവരുടെ സാമ്പത്തിക സ്രോതസ്സും സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ റോയ് നിർബന്ധിതനായി. തന്റെ കൂടെ നിന്നവരെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ സ്വയം ബലിയാടാകാനോ വയ്യാത്ത അവസ്ഥ റോയിയെ തളർത്തിയിരിക്കാം. അന്വേഷണ സംഘം കണ്ടെടുത്ത റോയിയുടെ കുറിപ്പുകളിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വ്യക്തമാണ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ താൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി പണമില്ലാത്തതല്ല, മറിച്ച് താൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും പണം തിരിച്ചു ചോദിച്ചു തുടങ്ങിയതോടെ അദ്ദേഹം ഏകാന്തനായി മാറി. പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച പണം പെട്ടെന്ന് തിരികെ നൽകുക എന്നത് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഒരു മേഖലയിൽ അസാധ്യമാണ്. ഭൂമിയായും കെട്ടിടങ്ങളായും കിടക്കുന്ന നിക്ഷേപങ്ങൾ ലിക്വിഡ് ക്യാഷ് ആയി മാറ്റാൻ സമയമെടുക്കും. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ഭയന്ന് നിക്ഷേപകർ ഈ സാവകാശം നൽകാൻ തയ്യാറായില്ല. ഈ 6 മാസം റോയിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു. ഒടുവിൽ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. ഈ കേസിലെ ഏറ്റവും നിർണായകമായ വശം നിക്ഷേപങ്ങളുടെ സ്രോതസ്സാണ്. ബിസിനസ് മേഖലയിൽ കാണിക്കാത്ത വലിയൊരു തുക റോയിയുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. നിക്ഷേപകരുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ അത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കും സിനിമാ ലോകത്തെ അഴിമതികളിലേക്കും വിരൽ ചൂണ്ടുമെന്ന കാര്യം റോയിക്ക് അറിയാമായിരുന്നു. തന്നെ വിശ്വസിച്ചവരെ ചതിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ലായിരിക്കാം. അതോടൊപ്പം തന്നെ പണം നൽകിയവർ സ്വാധീന ശക്തിയുള്ളവരായതിനാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാകാം. ഈ ഇരട്ട സമ്മർദ്ദമാകാം തോക്കെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. CJ റോയിയുടെ മരണം കേരളത്തിലെയും കർണാടകത്തിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. കള്ളപ്പണത്തിന്റെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾ എത്ര വലിയതാണെങ്കിലും അവയ്ക്ക് ഒരു തകർച്ചയുണ്ട്. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും തങ്ങളുടെ കയ്യിലുള്ള അധിക പണം വെളുപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു വ്യവസായിയുടെ ആത്മഹത്യ എന്നതിലുപരി ഇത് സിസ്റ്റത്തിന്റെ തന്നെ പരാജയമാണ്. കേന്ദ്ര ഏജൻസികൾ കർശനമായ പരിശോധനകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കൂടുതൽ ബിസിനസ് ഗ്രൂപ്പുകൾ സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ ഒരു വ്യക്തിയെ എത്രത്തോളം തകർക്കുമെന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് CJ റോയ്.
കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞതുപോലെ ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണോ മരണകാരണമെന്ന് ഇപ്പോൾ തീർത്തു പറയാനാകില്ല. എന്നാൽ ആദായനികുതി പരിശോധന നടന്നുകൊണ്ടിരിക്കെ ഒരാൾ വെടിയേറ്റ് മരിക്കുക എന്നത് വലിയൊരു പരാജയമായി തന്നെ കാണേണ്ടി വരും. റോയിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച കുറിപ്പുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചു വരികയാണ്. പണം നൽകിയ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും പട്ടിക പുറത്തു വരുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ പേരുകൾ പുറത്തു വന്നാൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു വലിയ കൊടുങ്കാറ്റായി മാറും. ഒരുപക്ഷെ ആ പേരുകൾ രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഈ കടുത്ത തീരുമാനമെടുത്തത് എന്ന സംശയവും ബാക്കി നിൽക്കുന്നു. CJ റോയിയുടെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സ്ഥാപനത്തിനും നികത്താനാകാത്ത നഷ്ടമാണ്. എന്നാൽ പൊതുസമൂഹത്തിന് ഇതൊരു പാഠമാണ്. വിജയത്തിൻ്റെ തിളക്കത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. പണവും സ്വാധീനവും എത്രയുണ്ടെങ്കിലും മനസാക്ഷിയുടെയും നിയമത്തിൻ്റെയും മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാകുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതോടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മരണത്തിന് കാരണക്കാരായവർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. അല്ലാത്ത പക്ഷം ഇനിയും റോയിമാരും കോൺഫിഡന്റ് ഗ്രൂപ്പുകളും തകർന്നടിയുന്ന വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.